അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE in association with Joya Lucas. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 15 വ്യാഴാഴ്ച. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീംകോടതി വിധി ചോദ്യം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രസിഡൻഷ്യൽ റഫറൻസിനുള്ള സവിശേഷാധികാരം ഉപയോഗിച്ച് രാഷ്ട്രപതി 14 ചോദ്യങ്ങൾ ഉന്നയിച്ച് സുപ്രീംകോടതിയെ സമീപിച്ചു. കോടതിക്ക് ഭരണഘടനാ വ്യവസ്ഥകൾ പുനർനിർവചിക്കാൻ വിശേഷാൽ അധികാരമുണ്ടോയെന്നും രാഷ്ട്രപതി ചോദിച്ചു. രാഷ്ട്രപതിയുടെ റഫറൻസിലൂടെയുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നതിൽ സുപ്രീംകോടതിയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നതായി MK സ്റ്റാലിൻ വിമർശിച്ചു. ഗവർണർമാരെ ഉപയോഗിച്ച് സർക്കാരുകളെ ദുർബലപ്പെടുത്താനുള്ള നീക്കമെന്നും സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. സുപ്രീംകോടതിയുടെ അധികാരത്തെയും മഹത്വത്തെയും കേന്ദ്രം നേരിട്ട് വെല്ലുവിളിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തിയ സ്റ്റാലിൻ BJP ഇതര പാർട്ടികൾ തമിഴ്നാടിന്റെ പോരാട്ടത്തെ പിന്തുണയ്ക്കണമെന്നും ആവശ്യപ്പെട്ടു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീനഗറിലെത്തി സൈനികരെ കണ്ടു. ഇന്ത്യൻ സൈന്യം പഠിപ്പിച്ച പാഠം തീവ്രവാദികൾ മറക്കില്ലെന്ന് പ്രതിരോധ മന്ത്രി സൈനികരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂരിൽ സൈന്യത്തിന്റെ ഒരു ലക്ഷ്യവും പിഴച്ചില്ലെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. കാശ്മീരിൽ എത്തിയ പ്രതിരോധ മന്ത്രി കരസേനയിലെയും വ്യോമസേനയിലെയും ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട് അഭിനന്ദിച്ചു. ജമ്മുകശ്മീരിൽ സുരക്ഷാസേന 3 ഭീകരവാദികളെ ഏറ്റുമുട്ടലിൽ കൂടി വധിച്ചു. പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരവാദികളെ സഹായിച്ച ആസിഫ് ഷെയ്ഖ് ഉൾപ്പെടെയുള്ള 3 ഭീകരവാദികളെയാണ് വധിച്ചത്. ആസിഫിന് പുറമെ അമീർ നസീർ വാണി, യവാർ ഭട്ട് എന്നിവരെയാണ് സുരക്ഷാസേന വധിച്ചത്. ആസിഫിന്റെ വീട് നേരത്തെ അധികൃതർ തകർത്തിരുന്നു. ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ ഉന്നതതല സമിതി രൂപീകരിച്ചു. വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ ചെയർപേഴ്സണായ സമിതിയെയാണ് ആശമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ നിയോഗിച്ചത്. ആശമാരുടെ ഓണറേറിയം, സേവന കാലാവധി എന്നിവയടക്കം പഠിക്കും. തുടർന്ന് സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകും. എന്നാൽ സമിതിയെ നിയോഗിച്ചതിനെതിരെ VP സുഹ്റ രംഗത്തെത്തി. ആശാസമരക്കാരോടുള്ള സർക്കാർ സമീപനം വളരെ മോശമാണെന്നും ഇനിയും സർക്കാരിനെ എന്താണ് പഠിക്കാനുള്ളതെന്നും VP സുഹ്റ ചോദിച്ചു. തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന മുൻമന്ത്രി G സുധാകരന്റെ വെളിപ്പെടുത്തലിൽ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത് അന്വേഷണം നടത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകി. അടിയന്തര നടപടി സ്വീകരിക്കാൻ ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകി. ശശി തരൂരിനെ പിന്തുണയുമായി BJP. രാജ്യതാൽപര്യത്തിന് ഒപ്പം നിൽക്കുന്നതിന് ലക്ഷ്മണരേഖ എന്തിനാണെന്ന് BJP ചോദിച്ചു. പാർട്ടി ലൈനിൽ നിന്ന് മാറി നിരന്തരം പ്രതിസന്ധി സൃഷ്ടിച്ചതോടെയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഉന്നതതല യോഗത്തിൽ ശശി തരൂരിനെ ഹൈക്കമാൻഡ് താക്കീത് നൽകിയത്. വ്യക്തിപരമായ അഭിപ്രായങ്ങളെന്നും രാജ്യതാൽപര്യത്തെ മുൻനിർത്തിയുള്ള നിലപാടെന്നുമൊക്കെ നിരന്തരം ജാമ്യമെടുത്തിരുന്ന തരൂരിനോട് ഇനി അത് വേണ്ടെന്നാണ് പാർട്ടി വ്യക്തമാക്കിയത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ അതൃപ്തി തുറന്നു പറഞ്ഞ് K സുധാകരൻ തന്റേത് സ്വാഭാവിക മാറ്റമാണെന്ന് കരുതുന്നില്ലെന്നും മാറ്റിയ രീതിയോട് വിയോജിപ്പുണ്ടെന്നും വർക്കിംഗ് പ്രസിഡന്റുമാരുടെ നിയമങ്ങൾ തന്നോട് പറഞ്ഞിട്ടില്ലെന്നും K സുധാകരൻ പറഞ്ഞു. തനിക്കൊപ്പം പ്രവർത്തകരുണ്ടെന്നും ജീവൻ പോലും തരാൻ തയ്യാറായ നിരവധി അണികൾ തന്റെ കൂടെയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ ദേശീയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത് മുസ്ലിം ലീഗ്. ഖാദർ മൊയ്തീൻ ദേശീയ പ്രസിഡന്റായും PK കുഞ്ഞാലിക്കുട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയായും തുടരാനാണ് തീരുമാനം. ET മുഹമ്മദ് ബഷീർ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി തുടരും. KPA മജീദ്, മുനവർ അലി തങ്ങൾ, ഹാരിഫ് ബീരാൻ തുടങ്ങിയ നേതാക്കളാണ് ദേശീയ നേതൃനിരയിലുള്ളത്. ദേശീയ കമ്മിറ്റിയിൽ ആദ്യമായി 2 വനിതകൾ ഇടം പിടിച്ചു. ജയന്തി രാജനും ഫാത്തിമ മുസഫർ എന്നിവരെ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായാണ് തെരഞ്ഞെടുത്തത്.
മലപ്പുറം കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ റബ്ബർ ടാപ്പിംഗിന് പോയ ആളെ കടുവ കൊന്നു. ചോക്കാട് കല്ലാമൂല സ്വദേശി അബ്ദുൽ ഗഫൂറാണ് കൊല്ലപ്പെട്ടത്. കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ റാവുത്തൻകാവ് ഭാഗത്ത് സ്ലോട്ടർ ടാപ്പിംഗ് നടത്തുന്ന തോട്ടത്തിലാണ് സംഭവം. കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ ഇന്ന് പുലർച്ചെ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ വന്യജീവി കടിച്ചുകൊന്ന സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. ഗഫൂറിനെ പുലി കഴുത്തിൽ പിടിച്ചു കൊണ്ടുപോയത് കണ്ടുവെന്ന് മറ്റൊരു തൊഴിലാളി പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും വനംവകുപ്പും സ്ഥലത്തെത്തി അന്വേഷിക്കുകയായിരുന്നു. പരിശോധനയിലാണ് 5 കിലോമീറ്റർ ദൂരത്തുനിന്ന് മൃതദേഹം കണ്ടെത്തിയത്. കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ AP അനിൽകുമാർ MLA എത്തിയപ്പോൾ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. 3 കുട്ടികളാണ് കൊല്ലപ്പെട്ട ഗഫൂറിനുള്ളത്. 10 ലക്ഷം രൂപ ധനസഹായം അല്ല വേണ്ടതെന്നും കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. വയനാട്ടിൽ നിന്നും പാലക്കാട് നിന്നും മയക്കുവെടി സംഘം പുറപ്പെട്ടിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. എല്ലാവരുടെയും സഹായമുണ്ടെങ്കിൽ മാത്രമാണ് ഇതു നടക്കൂവെന്നും MLA പറഞ്ഞു. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആദ്യ കേസിൽ സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റിയും പ്രതിയുമായ ആനന്ദകുമാറിന് ജാമ്യം അനുവദിച്ച് കോടതി. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം അനുവദിച്ചത്. എന്നാൽ ബാക്കി കേസുകളിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ ആനന്ദകുമാർ ജയിലിൽ തുടരും. RSS നേതാവിന്റെ ജാതി ഭീകരതാ പരാമർശത്തിൽ മറുപടിയുമായി റാപ്പർ വേടൻ. താൻ മുൻപും ഇത്തരം പരാമർശങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വേടൻ പറഞ്ഞു. താൻ വിശ്വസിക്കുന്നത് അംബേദ്കർ രാഷ്ട്രീയത്തിലാണെന്നും അദ്ദേഹത്തിന് അഭിപ്രായം പറയാമെന്നും വേടൻ പ്രതികരിച്ചു. RSS മുഖപത്രമായ കേസരി വാരികയുടെ മുഖ്യ പത്രാധിപർ NR മധുവാണ് വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നവയാണെന്ന് പ്രസംഗിച്ചത്. വഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയായ സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻ ദാസ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തനിക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കുന്നതല്ലെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദം. ബോധപൂർവം സ്ത്രീത്വത്തെ അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്തിട്ടില്ലെന്ന് ബെയ്ലിൻ ദാസ് വാദിക്കുന്നു. നെടുമ്പാശ്ശേരിയിൽ യുവാവ് കാറിടിച്ച് മരിച്ച സംഭവം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തുറവൂർ സ്വദേശി ഐവിൻ ജിജോയാണ് മരിച്ചത്. വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ SI തസ്തികയിൽ ജോലി ചെയ്യുന്ന ബീഹാർ സ്വദേശികളായ വിനയ്കുമാർ ദാസ്, കോൺസ്റ്റബിൾ മോഹൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നെടുമ്പാശ്ശേരിയിൽ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിലെ തർക്കത്തിനിടെ യുവാവിനെ കാറിടിച്ചു കൊന്ന കേസിൽ CISF ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. CISF സൌത്ത് സോൺ DIGയാണ് നടപടി എടുത്തത്. സംഭവം മുതിർന്ന CISF ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. പോലീസ് അന്വേഷണത്തിൽ പൂർണ്ണമായും സഹകരിക്കുമെന്നും CISF ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. വയനാട് 900 കണ്ടിയിൽ റിസോർട്ടിലെ ടെന്റ് തകർന്ന് വിനോദസഞ്ചാരി മരിച്ചു. നിലമ്പൂർ അകമ്പാടം സ്വദേശി നിഷ്മ എന്ന യുവതിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പുല്ലുമേഞ്ഞ ടെന്റാണ് തകർന്നു വീണത്. 900 വെഞ്ചേഴ്സ് എന്ന റിസോർട്ടിൽ നിർമ്മിച്ചിരുന്ന ടെന്റാണ് തകർന്നു വീണത്. Let's make this unforgettable. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ BJP മന്ത്രി വിജയ് ഷാക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇത്തരം പരാമർശങ്ങൾ നടത്തരുതെന്ന് കോടതി താക്കീത് നൽകി. രാജ്യം ഇപ്പോൾ കടന്നുപോകുന്ന സാഹചര്യത്തിൽ ഇത്തരം പരാമർശങ്ങൾ ഒരിക്കലും ന്യായീകരിക്കപ്പെടുന്നതല്ലെന്ന് നിരീക്ഷിച്ച കോടതി ഹൈക്കോടതിയിൽ പോയി മാപ്പു പറയൂവെന്നും ഷായോട് ആവശ്യപ്പെട്ടു. കേസെടുത്തതിനെതിരെ മന്ത്രി നൽകിയ ഹർജിയിലായിരുന്നു കോടതിയുടെ പ്രതികരണം. മന്ത്രിക്കെതിരെ മധ്യപ്രദേശിലെ മാൻപൂർ പോലീസാണ് കേസെടുത്തത്. ഈ വർഷത്തെ LSS USS പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. LSS പരീക്ഷയിൽ 30,380 കുട്ടികളും USSനെ
38,782 കുട്ടികളും സ്കോളർഷിപ്പിന് യോഗ്യത നേടി. 2025 ഫെബ്രുവരിയിൽ നടന്ന പരീക്ഷകളുടെ ഫലമാണ് പ്രഖ്യാപിച്ചത്. പരീക്ഷാഭവന്റെ വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പാകിസ്ഥാനിൽ എവിടെ നിന്നും ആണവച്ചോർച്ചയുടെ വിവരങ്ങളില്ലെന്ന് ആഗോള ആണവ നിരീക്ഷണ സമിതിയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. പാകിസ്ഥാന്റെ ആണവായുധ സ്റ്റോറേജ് എന്ന് കരുതപ്പെടുന്ന കിരാന ഹിൽസിൽ ആക്രമണം നടത്തിയിട്ടില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ എവിടെയെങ്കിലും നിന്ന് ആണവ വികിരണമുണ്ടായതായി റിപ്പോർട്ടില്ലെന്നും ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അറിയിച്ചു. പെഹൽഗാമിന് പിന്നാലെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണങ്ങളിൽ നിന്ന് പട്ടിയെപ്പോലെ വാലും ചുരുട്ടി പാകിസ്ഥാൻ ഓടിയെന്ന് യുഎസ് പ്രതിരോധ വകുപ്പ് മുൻ ഉദ്യോഗസ്ഥൻ. പാക് പ്രതിരോധം തവിടുപൊടിയായെന്നും എല്ലാ പാക് പ്രലോഭനങ്ങളുടെയും മുനയൊടിക്കുന്ന പ്രത്യാക്രമണമാണ് ഇന്ത്യ നടത്തിയതെന്നും മൈക്കൽ റൂബി പറഞ്ഞു. ലാവോസിയ സയാബുരിയിൽ കനത്ത മഴയ്ക്ക് പിന്നാലെ മുളച്ച കൂണുകൾ കൊണ്ടുള്ള വിഭവം കഴിച്ച് 6 പേർ മരിച്ചതിനെ തുടർന്ന് മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ്. മേഖലയിൽ വിഷക്കൂൺ കഴിച്ച് 6 പേർ മരിക്കുകയും നിരവധി പേർ ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്തതിന് പിന്നാലെ ആരോഗ്യവകുപ്പ് പൊതുജനത്തിന് മുന്നറിയിപ്പ് നിർദ്ദേശം നൽകി. ഖത്തറിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്ത്യൻ വ്യവസായി മുകേഷ് അംബാനി കൂടിക്കാഴ്ച നടത്തി. ഖത്തർ അമീറിന്റെ ലുസൈൽ പാലസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. അദ്ദേഹം ഖത്തറിൽ ഒരുക്കിയ ഔദ്യോഗിക വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തു. കൂടിക്കാഴ്ച സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. മെക്സിക്കോയിലെ പ്യൂബ്ലയിൽ ദേശീയപാതയിൽ ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ സിമന്റ് ട്രക്ക് ബസ് ഇടിച്ചു തെറിപ്പിച്ച് വാനിൽ ഇടിച്ചു കയറി 21 പേർ കൊല്ലപ്പെട്ടു. 18 പേർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായും 3 പേർ ആശുപത്രിയിൽ വെച്ച് മരിച്ചതായുമാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നതായാണ് അധികൃതർ വിശദമാക്കുന്നത്. ഇസ്താംബൂളിലെ സമാധാന ചർച്ചയ്ക്ക് പുടിനില്ലെന്ന് വ്യക്തമാക്കി ക്രെംലിൻ. വ്ളാഡിമിർ സെലസ്കിയുമായി ഇസ്താംബൂളിൽ വെച്ച് മുഖാമുഖം കണ്ടുള്ള സമാധാന ചർച്ച നടത്താമെന്ന ക്ഷണമാണ് പുടിൻ നിരസിച്ചത്. ബുധനാഴ്ച രാത്രിയോടെയാണ് തുർക്കിയിൽ വെച്ച് നടക്കാനിരുന്ന സമാധാന ചർച്ചയിൽ പുടിൻ പങ്കെടുക്കുന്നില്ലെന്ന് റഷ്യ വിശദമാക്കിയത്. വ്ളാഡിമിർ മെഡിൻസ്കിയാവും സമാധാന ചർച്ചയ്ക്കുള്ള റഷ്യൻ സംഘത്തെ നയിക്കുക. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.